എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് നമ്മുടെ ആരതിപ്പൊടി. അപ്പം വെൽക്കം ടു അവർ വ്ലോഗ്. ആരതിപ്പൊടി എന്തെങ്കിലും പറയൂ, ചിരിച്ചോണ്ടിരിക്കാതെ. ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഇപ്പം 3 വർഷം ആവാറുന്നുണ്ട്. അപ്പൊ ഈ 3 വർഷത്തില് നമ്മുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ അത്യാവശ്യം കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ പെട്ടെന്ന് എന്താ പറയാ, എടുത്തു ചാടി ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ക്ഷമയില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ കുറെ, പിന്നെ ഈസിലി എല്ലാരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറെ നെഗറ്റീവ്സ് എനിക്കുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. അപ്പൊ പൊടിക്ക് എന്തൊക്കെയായിരുന്നു പൊടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു നെഗറ്റീവ്സ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തെറ്റല്ല ഞാൻ പറയാം. അതായത് ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് നമ്മള് ഫസ്റ്റ് ടൈം എനിക്ക് എന്റെ ലൈഫില് എല്ലാവരും എന്നെ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ കൊണ്ടുപോകാറുള്ളത്. റോബിൻ ചാണ്ടും പാമ്പർ ചെയ്യും, പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ അങ്ങനെ റോബിൻ ചാണ്ട് ഭയങ്കര ദേഷ്യം കളിച്ചു, പക്ഷെ ഞാനത് അങ്ങനെ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊന്നും. ചുമ്മാ കാണിക്കാനെന്ന് വിചാരിച്ചോ? ഞാൻ റിയൽ ആയിട്ട് എന്റെ ദേഷ്യം കാണിച്ചതാ. ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ലാലേട്ടന്റെ വീട്ടിൽ പോയ സമയത്ത് ഏറ്റവും ചെറിയൊരു കാര്യത്തിനാണ് ഞങ്ങൾ വഴക്കൂടി ഉണ്ടായിരുന്നത്. നമ്മുടെ ഫസ്റ്റ് അത് എന്തിനാന്നറിയോ സുഹൃത്തുക്കളെ? ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് വഴക്കൂടുന്നത്. അതൊരു റെസ്റ്റോറന്റ് ഇരുന്നിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് വീട് ഇങ്ങനെ ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മള് ലാലേട്ടന്റെ അവിടെ പോയി തിരിച്ചു വരുമ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റോബിൻ ചേട്ടനെ മുകളിൽ നിന്ന് ക്രോപ്പ് ചെയ്യണം, എനിക്ക് താഴ്ന്ന് ക്രോപ്പ് ചെയ്യണം. ഈ ഒരു ചെറിയ കാര്യത്തിന്റെ പേര് പറഞ്ഞ് രണ്ടുപേരും വഴക്കായി. ലാസ്റ്റ് റോബിൻ ചേട്ടൻ എന്നാ വേണ്ട അതാ പിടിച്ചോ കൊണ്ട് ഫോണോടെ വെച്ച്. ഞാനാണെങ്കിൽ ആകെ പെട്ടെന്ന് ഒരാൾ നോക്കിയപ്പോഴത്തേക്ക് ഇരുന്നങ്ങ് കരച്ചിൽ തുടങ്ങി. ഞാൻ ദൈവമേ, ആൾക്കാർ മൊത്തം നോക്കുന്നുണ്ട്. ഒന്നാമതേ എന്നെ പറ്റി ഭയങ്കര ടോക്സിക് ആണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇത് അവിടെ ആരതിപ്പൊടി ഇരുന്ന് കരയുന്നു. അപ്പൊ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ. ഞാൻ അവിടെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തു. ഞാൻ എന്റെ സറൗണ്ടിങ്സ് മൊത്തം നോക്കാം. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് പൊടിയാണെങ്കിൽ ഞാനാണ് പറഞ്ഞത് ഫസ്റ്റ്, അതായത് റോബിൻ ചാണ്ടിന്റെ ഫസ്റ്റ് എന്ന് പറയാം, പിന്നെ എന്റെ ലോട്ടേക്ക് വരാം. അപ്പോ ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിണങ്ങിയിട്ട് റോബിൻ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് നീടുണ്ടാവാണ്ട് ഫോൺ താഴെ വെച്ചപ്പോ ഞാൻ ദൈവമേ പെട്ട്, ദൈവം ഇത്രയും ദേഷ്യക്കാരനായിരുന്നോ, ഇത്രയും ഇങ്ങനെ സൗണ്ടിലൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇങ്ങനെ താഴെ നോക്കി ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ കുടുകൂടാവുണ്ട്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണീര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ റോബിൻ ചേട്ടനാണെങ്കിൽ പെട്ട്, ഇവളെയാണോ ഞാൻ നോക്കണത്, ദൈവമേ ഞാൻ എങ്ങനെ ഈ പെണ്ണിന്റെ കൂടെ ജീവിക്കും എന്നുള്ള രീതിയിൽ റോബിൻ ചേട്ടനും മനസ്സിൽ വിചാരിക്കുന്നത് പെട്ടെന്ന്, ഞാനും മനസ്സിൽ വിചാരിക്കുന്നത് പെട്ടെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ക്യാരക്ടർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ തീരെ ദേഷ്യം വരാത്ത ഒരാളായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവർക്കാണെങ്കിലും എന്റെ ഫ്രണ്ട്സിന് എല്ലാവരും എപ്പോഴും പറഞ്ഞ കാര്യം, പൊടിന് എന്ത് ചെയ്താലും പൊടിക്ക് ദേഷ്യം വരില്ല, പൊടിനായിട്ട് വഴക്കുണ്ടാക്കാനേ പറ്റില്ല എന്ന് എപ്പോഴും പറയും. പക്ഷെ ഇപ്പോ ഒന്ന് മിണ്ടി കഴിഞ്ഞാ എനിക്ക് ദേഷ്യം പിടിക്കും. ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് റോബിൻ ചേട്ടനാണെങ്കിലോ എന്ത് ചെയ്താലും ദേഷ്യം പിടിക്കില്ല, എന്ത് ചെയ്താലും. ഞാനിപ്പോ കുറച്ച് സൈലന്റ് ആയി, കുറച്ച് കാമായി. പിന്നെ കാര്യങ്ങളൊക്കെ 1, 2, 3, 10 പ്രാവശ്യമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഇപ്പൊ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താ പറയാ, ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ആ ഒരു ഭയങ്കര അഗ്രസീവ്, ഭയങ്കര ഒരു റൂഡായിട്ടുള്ള, ഭയങ്കര ലൗഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് സട്ടിലായിട്ട് കാമായിട്ട്, എന്താ പറയാ, കുറച്ചൊക്കെ ഒന്ന് മൃദുലമായിട്ട്, നല്ലൊരു പാവം പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിന് മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാവും സൗരഭ്യം അല്ലേ? അങ്ങനെ ഈ ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ സൗണ്ടിൽ സംസാരിക്കുക, അതൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര വിഷമം. പിന്നെയാണ് എനിക്ക് പിടികിട്ടിയത് അപ്പത്തെ ദേഷ്യമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ മാറുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നതും അങ്ങനെ റിലേഷൻഷിപ്പ് ആവുന്നതും. പബ്ലിക്കലി നമ്മളിങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ. ഞാൻ വളരെ പ്രൈവസി ഇങ്ങനെ പോണ ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാം കൂടെ പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്താണ് സംഭവിക്കണമെന്ന് എനിക്കെന്നെ അറിയാൻ പറ്റാത്ത പോലെയായിരുന്നു. അതെന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം. പണ്ടൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഷൈ ആയിട്ട് മാറി നിൽക്കായിരുന്നു. പിന്നെ ഞാനാണ് അങ്ങോട്ട് കൂടുതൽ എക്സ്പ്രസീവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. പിന്നെ എന്റെ ഒരു നെഗറ്റീവ് എന്തായിരുന്നു വെച്ചാല്, ഇപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് 1 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 12 മണി 12 പഞ്ച്വാലിറ്റി ഇല്ല, ഒട്ടും പഞ്ച്വാലിറ്റി ഇല്ല. 2 മണിക്കൂർ കഴിഞ്ഞ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇപ്പൊ കുറച്ചൊക്കെ പഞ്ച്വലായി കേട്ടോ, ആള് കുറച്ചൊക്കെ പഞ്ച്വലായി. അപ്പൊ എനിക്ക് റോബിൻ ചേട്ടന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് പങ്ക്ച്വൽ ആവാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ എന്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ,
പിന്നെ എനിക്കിങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വന്നാലും ഇങ്ങനെ നോ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഹേർട്ടാവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ എതിർത്ത് പറഞ്ഞാൽ നമ്മളോടുള്ള ഇഷ്ടം കുറയോ, നമ്മളോട് ദേഷ്യമാവോ, പണ്ടത്തെ സ്നേഹം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ അവരായിട്ട് അങ്ങനെ നിൽക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഞാൻ ചിന്തിക്കും. പക്ഷെ റോബിൻ ചാന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് പറ്റാത്ത കാര്യം കണ്ടാലും ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടാലും അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അതെ നോ പറയാൻ പഠിച്ചു അല്ലെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പറയാൻ പഠിച്ചു. ഇപ്പോഴും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത് പതിയെ മാറ്റിക്കോളാം. കാരണം നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്കാവും. അല്ലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ കമന്റ് ചെയ്തോ, അല്ലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂ. നമ്മുടെ നോ പറയേണ്ട സമയത്ത് നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ അതിലൊരു എതിർപ്പില്ല അല്ലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യാം. പിന്നെ എന്താ പറയാ, പൊടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊടി ഞാനും ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തറിയാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു 1.5-2 വർഷം എടുത്തു കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ റീസെന്റ് ഉള്ള പാസ്റ്റിലുള്ള ഒരു 10 മാസമായിട്ടാണ് എനിക്ക് പൊടിയുടെ അടുത്ത് എന്താ പറയാ ഭയങ്കര, ഞാൻ പൊടിയുടെ അടുത്ത് പറയാം, എടി എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മറ്റത് ഞങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഇത്രയും സമയം നമുക്ക് സ്പേസ് കിട്ടിയത് സത്യം പറഞ്ഞാൽ നന്നായി. കാരണം അതുകൊണ്ട് നമുക്ക് പരസ്പരം നമ്മളെ എല്ലാ നെഗറ്റീവ്സും എല്ലാ പോസിറ്റീവ്സും നമുക്ക് അറിയാൻ വേണ്ടി പറ്റി. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഓടിപ്പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബോയ്സിന്റെ കേസിൽ ഓക്കെ ഇതിപ്പോ എനിക്ക് എന്തായാലും കിട്ടി, ഇനിയിപ്പോ എന്തായാലും ഞാൻ എങ്ങനെയായാലും ഇതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ആൾക്ക് എന്നുള്ളൊരു തോന്നല്ലോ. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്ക് അവർ ഇഷ്ടം എന്ന് പറഞ്ഞ സംഭവമുള്ള കാരണം കൊണ്ട് നമ്മൾ ഒരാൾ എങ്ങനെ ഇരിക്കണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുക. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഒന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇഷ്ടം കാരണം കൊണ്ടെങ്കിൽ അയ്യോ ഇനി ഞാൻ ഇങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവള് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഇവൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ്ഫുള്ളി അല്ലാതെ ബുദ്ധിമുട്ടി അല്ലാതെ ഇഷ്ടം കാരണം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുമ്പോൾ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഈ ഒരു ടൈം ഗ്യാപ്പ് എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇത്രയും ടൈം ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് റീസൺ കാരണം കൊണ്ടാണ് അത്രയും ഒരു ടൈം എടുത്തത്. എല്ലാവരും പറഞ്ഞത് എന്റെ ബിസിനസിന് വേണ്ടി മാത്രം, അങ്ങനെയല്ല. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ കുറെ കാര്യങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി ഇനി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വൃത്തികെട്ട മുഖങ്ങളില്ല. നമ്മൾ അത്രയും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി നമ്മളെ എല്ലാം ഹാപ്പി ആയിട്ടാണ്. ഈ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് നല്ലതായിരുന്നു അല്ലെ. ഓക്കെ, സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് പരസ്പരം നമ്മുടെ എല്ലാ പോസിറ്റീവും എല്ലാ നെഗറ്റീവും അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഏത് എക്സ്ട്രീം വരെ നമ്മുടെ എക്സ്ട്രീംസ് എല്ലാം കണ്ടു. എല്ലാ രീതിയിലും നമ്മുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് വൈസ് ആണെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ എക്സ്ട്രീം കണ്ടിട്ടുണ്ട്. സോ അപ്പം ഇനി തോന്നി ഇനി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ പലർക്കും ഭയങ്കര വലിയൊരു എന്താ പറയാ ടെൻഷനുണ്ട്, നമ്മുടെ കല്യാണം നടക്കുന്നില്ല, എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. വയസ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്തതിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു റിപ്പൻറ്റ് അല്ലെങ്കിൽ ഒരു വിഷമോ റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഐ എം ഹാപ്പി ആൻഡ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആൻഡ് എന്താ പറയാ താങ്ക് യു. 3 years എങ്ങനെ പോയി? അതെ 3 years എങ്ങനെ പോയി, അത് കഴിഞ്ഞ ഒരു വർഷം സത്യം പറയാം എങ്ങനെ പോയെന്ന് എനിക്ക് ഷൂന്നും പറഞ്ഞങ്ങ് പോയി. ഈ ഒരു ഇനി അടുത്ത മാസം ന്യൂ ഇയർ ആണ്. സോ അപ്പം റോബിൻചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്റെ കൂടെ ലൈഫ്. പടക്കടക്ക് കടക്കെ തിരിവളത്തി അവിടെന്ന് ഇത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പിന്നെ നമ്മളെ കുറച്ചൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തുണ്ട് ഇങ്ങനെ ഒരു രസമൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്നതില്. അപ്പം എന്റെ എടി ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എനിക്ക് കൈ വേനിക്കുന്നത്, നീ എണീറ്റ് എണ്ണി വാ 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 ഇങ്ങോട്ട്. എടി എനിക്ക് കിട്ടുന്നില്ല, ഫേസ് കാണുന്നില്ല, വാ പൊടിയേ ഫേസ് കാണുന്നില്ല, വന്നേ വാ വാ വാ. ഞാൻ കഷ്ടപ്പെട്ടല്ലേ വ്ളോഗ് എടുക്കുന്ന, ഈ കാണുന്ന ആൾക്കാർ നമുക്ക് വേണ്ടിയല്ലേ വന്ന് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. കൈ കഴുകുന്നത് വീഡിയോ കൈ അടിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ഒരു സന്തോഷമായിട്ടുള്ള നമ്മളെ ക്യാരക്ടേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു ഇത്. ഞാൻ നന്നായി വേർത്ത് വിളിക്കുന്നുണ്ട്, കാരണം ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ലൈറ്റിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇത് ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അല്ല നിന്നെടുക്കാം, അതിന് ഇപ്പൊ ഓരോരുത്തർ ഇഷ്ടമല്ല ഒരു രീതി എടുക്കണമെന്ന്. അതിലിപ്പോ ഒരു പ്രശ്നവും ഇല്ല, അടുത്ത ദിവസം ഇരുന്നെടുക്കാം. മനസ്സിലായില്ലേ? അതെ വ്ളോഗറിന്റെ ടോണിൽ സംസാരിക്കും. ഇത് വ്ളോഗറിനെ നമ്മളൊരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യുമ്പോ ചെറുതായിട്ടൊക്കെ അല്ലേ. ശരി, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പൊ ഞങ്ങളുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് റോബിൻചേട്ടൻ കഷ്ടപ്പെട്ട് വ്ളോഗിന് വേണ്ടി മാറ്റിയൊരു സംസാര ശൈലിയാണ്.
ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, ഉമ്മ. അല്ല, ലവ് യു ഗൈസ്, കീപ് സ്മൈലിംഗ്.